ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് മോൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിനാണ്. സ്ഥലം വരുന്നത് എടവണ്ണയിലായതുകൊണ്ട് നമുക്ക് വന്ന് 3.5-4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഹോട്ടലിൽ കേട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാട്ടോ പിന്നെ പോയത്. പോണ വഴിയിൽ റോഡ് പണിയൊക്കെ ചെയ്യാണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. അത്ര യാത്ര ചെയ്യണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു പറവനെ തെറിപ്പിച്ചിട്ട മാതിരി തോന്നിയിട്ടാ. അതൊന്നും കൂടി എടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു പേപ്പർ എന്നുള്ളത്. കല്യാൺ ചെക്കൻ്റെ പേര് തന്നെ നാശി നട്ടാ. അപ്പോൾ നാശിനെ കുറിച്ച് പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനു പറഞ്ഞു. പോണ വഴിയിൽ നമ്മൾ 2 പേരും കൂടി കയറ്റിനായിട്ട്. ഇവർക്ക് അറിയില്ല കേട്ടോ കല്യാണത്തിനാന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഇട്ട് വന്നിരിക്കുന്ന ടീഷർട്ടിൽ നമ്മൾ കോഴിക്കോടേക്കല്ലേ പോകണമെന്നൊക്കെ പറയണേട്ടാ. മലപ്പുറം പോണവരിക്കാണ് നമ്മൾ കോഴിക്കോട്. നമുക്ക് പോണ സ്ഥലം പ്രോപ്പർ അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാ പോയത്. തുടക്കത്തിലൊക്കെ നല്ല റോഡായിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിൾ ചേച്ചി പറ്റിച്ചു. പിന്നെ നമുക്ക് കുന്നും മലയൊക്കെ കേട്ടാ കാണാൻ തുടങ്ങിയത്. ഇനിയും അങ്ങോട്ട് 2 മണിക്കൂർ ഉണ്ടെന്ന് കേട്ടാ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം വിശക്കിട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കടയിൽ കയറ്റി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ വീണ്ടും. അങ്ങനെ നമ്മൾ നേരെ ഹാളിലെത്തി. ഹാളിലെത്തുമ്പോൾ നമ്മൾ 2:30 മണിയായിക്കണ്ടാ. PS കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നിട്ടാ കല്യാണം. അസിമോനും കല്യാണത്തിന് വന്ന ലുക്കാണോ ടീഷർട്ടൊക്കെ ഇട്ടിരുന്നത്. അവർക്ക് മടിയെന്നിട്ട് വരാൻ. ലാസ്റ്റ് ഞങ്ങളില്ല നേരെ നമ്മൾ ഹാളിൽ കയറിയിട്ടാ. അപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. ബ്രൈഡിന്റെ എൻട്രീന്റെ ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൈഡിന്റെ എൻട്രി ഒന്നും കാണാനില്ല. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാ പോയത്. ഫുഡ് കഴിക്കുന്നിടത്ത് പോയപ്പോൾ നമ്മളല്ലാണ്ട് വേറെ ആരും ഇല്ല കേട്ടോ. അവിടെ നമ്മളെല്ലാവരും കൂട്ടി ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ചെക്കൻ്റെ അടുത്ത് കേട്ടാ പോയത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇതാണ് കേട്ടോ ബ്രൈഡ്. പിന്നെ അവിടുന്ന് കുട്ടികളുടെ വലിയവരുടെയൊക്കെ ആയിട്ട് 2-3 ഡാൻസ് ഉണ്ടായിരുന്നിട്ടാ. ബ്രൈഡിന്റെ പേര് വന്നിട്ട് സനാറഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി. അവിടുന്ന് നമ്മൾ വിട്ടിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അവിടുന്ന് ഒന്നും പറയണ്ട, നല്ല പെരും മഴയായിരുന്നു. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അത്ര റോട്ടിൽ ഫുള്ള് നിറച്ചു. നേരെ നമ്മൾ വിട്ടിക്കിട്ട് ഓക്കെ ബൈ.